السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബഹുമതി കൊണ്ട് ഈ ദുൽഹിജ്ജ മാസത്തിൽ സജീവമായ ബഹുമതിയുള്ള സ്ഥലങ്ങളുടെ ബഹുമതി കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുകൂടിയ ഹാജിമാരിൽ നിന്ന് ഉയരുന്ന തെൽബിയത്തിൻ്റെ ബഹുമതി കൊണ്ട് സാധുക്കളായ നമ്മെ അനുഗ്രഹിക്കുകയും ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. പറഞ്ഞു വെച്ചത്, ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ മുഴുവനുമായിട്ട് മുറുകെ പിടിക്കണം. ചില കാര്യങ്ങളിൽ ഇതിനോട് സഹകരിക്കുക, മറ്റു പല കാര്യങ്ങളിൽ നിസ്സഹകരണം, ഇത് പാടില്ല. ഇത് ഏറെ പറയുന്നത് അഹ്ലി കിതാബികളോടാണ്. അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യവും ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ്. അവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ശരിയായ വിവരം അള്ളാഹു അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലായിട്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൽ ബനീ ഇസ്രാഈല കമ്മാ ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനഹ് വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅത്ഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. സൽ, നബിയെ തങ്ങൾ ചോദിക്കൂ. ബനു ഇസ്രായേലിനോട് ചോദിക്കൂ. ചോദിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, ചോദിച്ചിട്ട് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അറിഞ്ഞ പല കാര്യങ്ങളും അറിയാത്തതുപോലെ നടക്കുന്നുണ്ട്, അറിഞ്ഞിട്ട് അതിന് നന്ദി രേഖപ്പെടുത്താതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ബോധവൽക്കരണം, അവരൊരു തൊട്ടുണർത്തലാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇസ്രായേലിനോട് ചോദിക്കേണ്ടത്? കം ആതൈനാഹും, എത്ര നാം അവർക്ക് നൽകിയിട്ടുണ്ട്. മിൻ ആയത്തിൻ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവുകളാൽ ധാരാളം അവർക്ക് നൽകിയിട്ടുണ്ടല്ലോ, ധാരാളം നൽകിയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു കിതാബ് നൽകിയിട്ടുണ്ട്. ആ കിതാബിൽ അവർക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ സിഫത്തുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റസൂല് വന്നാൽ ആ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് അവരോട് ഉണർത്തിയിട്ടുണ്ട്, ഒക്കെയുണ്ട്. എന്നിട്ട് അവർ ചെയ്തത് ഈ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള നീക്കാണ്. അങ്ങനെ നീങ്ങിയാലോ, വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി, അള്ളാഹു ചെയ്ത നിഅമത്തിന്, അനുഗ്രഹത്തിന് ആരെങ്കിലും വിപരീതമായിട്ട് നീങ്ങിയാൽ, മിൻ ബഅദി മാ ജാഅതുഹു, ആ അനുഗ്രഹം അവന് വന്നതിന് ശേഷമായിട്ട് ആ നിഅമത്തിനെ അവൻ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ, നിഅമത്തിന് ചെയ്യേണ്ടത് ശുക്റാണ്, നന്ദിയാണ്. അത് ചെയ്യാതെ കുഫ്റാനു നിഅമത്ത്, നന്ദികേട് കാണിച്ചു. അപ്പൊ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതെ, സ്വീകരിക്കേണ്ടത് തള്ളിക്കളഞ്ഞുകൊണ്ട് നീങ്ങി. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ശദീദുൽ ഇഖാബി, അവൻ ശിക്ഷ കഠിനമായവനാകുന്നു. ഇവർ വളരെ ലാഘവത്തോടു കൂടെയാണ് അള്ളാഹു ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാതെ നടക്കുന്നത്, അള്ളാഹു അവരെ ഉണർത്തിയ കാര്യത്തിന് വിപരീതമായിട്ട് നീങ്ങുന്നത്. അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവന്റെ ശിക്ഷ കഠിനമായവനാകുന്നു. അതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇന്ന എന്ന പ്രയോഗം. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ വയസ്ഖറൂന മിനല്ലദീന ആമനൂ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമത്തി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സുയ്യിന ലില്ലദീന കഫറു, അവിശ്വാസികളായ വിഭാഗത്തിന് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു അൽ ഹയാത്തു ദുനിയ, ഇഹലോക ജീവിതം. അവർക്ക് ഈ ഇഹലോക ജീവിതത്തിൽ കിട്ടുന്ന സുഖാഡംബരങ്ങൾ, അതിൽ മതിമറന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നന്നാക്കുകയും അതിനെ മിനുക്കുകയും ചെയ്തുകൊണ്ട് അവർ സുഖാഡംബരത്തിൽ അടങ്ങിയ ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവിശ്വാസികളായ വിഭാഗത്തിന് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു അൽ ഹയാത്തു ദുനിയ, ഇഹലോക ജീവിതം. ആ ഭംഗിയിൽ അവരങ്ങനെ കളിച്ച് കുളിച്ച് നടക്കുകയാണ്. മാത്രമല്ല വയസ്ഹറൂന, അവർ പരിഹസിക്കുന്നു മിനല്ലദീന ആമനു, വിശ്വാസി വിഭാഗത്തെ പരിഹസിക്കുന്നു. വിശ്വാസി വിഭാഗത്തെ കണ്ടാൽ
അവർ വിശ്വസിക്കുകയില്ലെന്ന് മാത്രമല്ല, വിശ്വസിച്ചവരെ പിന്തിരിപ്പിക്കാനും അവരെ ഇടിച്ചു താഴ്ത്താനും അവരെ പരിഹസിക്കാനുമാണ് ഇവർ അവരുടെ ഇഹലോക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാലോ കേൾക്കണോ, വല്ലദീനത്തക്കവും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചവർ ഫൗക്കഹും ഇവരെക്കാൾ എത്രയോ മേലെയാകുന്നു ഈ യൗമൽ ഖിയാമത്തി പരലോകത്തിൽ. വളരെ മേലെ എന്ന് പറഞ്ഞാൽ ഇവര് വളരെ അടിത്തട്ടിലല്ലേ, അവര് വളരെ മേലെയാകുന്നു. ഇന്ന് പരിഹസിക്കുന്നവർക്ക് നാളെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഇവരെക്കാൾ വളരെ ഉന്നതിയിലാവുന്നു യൗമുൽ ഖിയാമത്തി, യൗമുൽ ഖിയാമയിൽ. വല്ലാഹു അല്ലാഹു തആല യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകും. ബിഗൈരി ഹിസാബിൻ, യാതൊരു കണക്കുമില്ലാത്ത നിലയ്ക്ക് അള്ളാഹു നൽകും. ഇവർ സാധുക്കളാണെന്ന് അവർ വിചാരിക്കും, അതുകൊണ്ടാണ് ഈ പരിഹസിക്കുന്നതും ഇവരെ മർദ്ദിക്കുന്നതും ഉപദ്രവിക്കുന്നതൊക്കെ. എന്നാൽ നാളെ ഒരു ലോകം വരാൻ പോകുന്നു, യൗമുൽ ഖിയാമ. ആ യൗമുൽ ഖിയാമയിൽ ഈ ബലഹീനരെന്ന് മനസ്സിലാക്കപ്പെട്ടവര് വളരെ ഉന്നതിയിലായിരിക്കും. ഈ ബലവാന്മാരുണ്ടല്ലോ, ഈ പരിഹസിച്ച് നടന്നവര്, അവര് അന്ന് വളരെ അടിത്തട്ടിലുമായിരിക്കും. അതിന് കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച വിഭാഗത്തിന് അള്ളാഹു നൽകുമ്പോഴോ വല്ലാഹു യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകും. ബിഗൈരി ഹിസാബിൻ, യാതൊരു കണക്കുമില്ലാത്ത രൂപത്തിൽ ധാരാളം ധാരാളം നൽകും. അവൻ നൽകുന്നതിനെ തൊട്ട് തടയാൻ ആർക്കും സാധ്യമല്ല. ഇഹലോകത്തിലും അങ്ങനെ തന്നെ, പരലോകത്തിലും അങ്ങനെ തന്നെ. ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും, ഇവൻ അള്ളാഹുമായിട്ട് ഇത്ര അടുത്തിട്ട് ഒന്നും കിട്ടണില്ലല്ലോ, അത് അവന് മറ്റൊരു കൂലി കൂടി കൊടുക്കാനാണ്. ഇവന് ക്ഷമയുടെ പ്രതിഫലം, ക്ഷമക്ക് വലിയ പ്രതിഫലമാണ്, അതുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ചില കാര്യങ്ങളിലൊക്കെ നൽകാതിരിക്കുന്നത്. അതും അവന് നൽകപ്പെടുന്നതായ അനുഗ്രഹത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. കാനന്നാസു ഉമ്മതൻ വാഹിദതൻ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. കാനന്നാസു, ജനങ്ങളായിരുന്നു, ഉമ്മത്തൻ വാഹിദത്തൻ, ഒറ്റ സമൂഹമായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ ദീനിന്റെ മേൽ പ്രവർത്തിച്ചു വരുന്ന, അത് വിശ്വസിച്ചു വരുന്ന ഒരൊറ്റ ജനതയായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. പിശാച് അവർക്കിടയിൽ ലലാലത്ത് വിതറി, വഴികേട് കൊണ്ടുചെന്നു. അങ്ങനെ ജനങ്ങളെ രണ്ടാക്കി തിരിച്ചു. ജനങ്ങളിലെ വിശ്വാസികളും അവിശ്വാസികളും ഇങ്ങനെ രണ്ടു വിഭാഗം ഉണ്ടായി തീർന്നു. അങ്ങനെ ഉണ്ടായപ്പോൾ ഫബഅസല്ലാഹു, അല്ലാഹു തആല അയച്ചു, അൻ നബിയീന, പല പല നബിമാരെയും അയച്ചു. ആദം നബി അലൈഹി സ്വലാമിന് ശേഷം 1,24,000-ൽ പരം, അല്ലെങ്കിൽ 2,00,000-ലധികം അമ്പിയാക്കളെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ജനങ്ങളെ നേർവഴിയാക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ നബിമാരുടെ ധർമ്മം? മുബശ്ശിരീന, അവർ സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടാണ്. മുൻദിരീന, അവർ ദുഃഖവാർത്ത അറിയിക്കുന്നവരായിട്ടാകുന്നു. ഈ അമ്പിയാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അമ്പിയാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് പരലോകത്തുള്ള അതിമഹത്തരമായ വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത, ഇത് സ്വീകരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗമാകുന്നു. സ്വർഗത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാൻ സാധിക്കാത്ത അത്ര വലിയ അനുഗ്രഹമാകുന്നു സ്വർഗം. അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. ഇത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്നവരുണ്ട്. അവർക്ക് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിക്കലാണ് നരകത്തെപ്പറ്റിയും ആ നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ചും. എത്ര വിശദീകരിച്ചാലും തീരാത്ത വളരെ കഠോരമായ ശിക്ഷയാണ് നരകത്തിനുള്ളത്. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പും പേടിപ്പിച്ചറിയിക്കലും ഇതായിരുന്നു അമ്പിയാക്കൾ ചെയ്തിരുന്നത്. ഒരു വിഭാഗത്തെ സന്തോഷ വാർത്ത അറിയിക്കുന്നു, മറ്റൊരു വിഭാഗത്തെ പേടിപ്പിച്ച് ദുഃഖവാർത്ത അറിയിക്കുന്നു. അൻസല മഅഹും, ഈ അമ്പിയാക്കളോട് കൂടെ അള്ളാഹു ഇറക്കിയാൽ കിതാബിനെ ഇറക്കി, ബിൽ ഹക്ക്, യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടതായ രൂപത്തിൽ. ആ കിതാബിൽ ഹക്ക് മാത്രമേ ഉള്ളൂ, പൊളിയായ വാക്കുകൾ അതിൽ ഇല്ല. ഇങ്ങനെയുള്ള കിതാബുകളുമായിട്ട് അമ്പിയാക്കളെ അയച്ചു. അപ്പൊ അമ്പിയാക്കളോട് കൂടെ കിതാബിനെ അയച്ചു. 100 ഏടുകളും 4 പ്രധാനപ്പെട്ട
കിതാബുകളും, 7 എന്ന് പറഞ്ഞാൽ ചെറുഗ്രന്ഥങ്ങൾ എന്നർത്ഥം, 100 ചെറുഗ്രന്ഥങ്ങളും 4 പ്രധാനപ്പെട്ട കിതാബുകളും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ഓരോ അമ്പിയാക്കൾക്കും കിതാബ് ഇറക്കിയിട്ടില്ലെങ്കിലും ഒരു നബിക്ക് കൊടുത്ത കിതാബ് അടുത്ത കിതാബ് വരുന്നത് വരെയുള്ള എല്ലാ അമ്പിയാക്കൾക്കും ഉള്ളതാണത്. അപ്പൊ എല്ലാ അമ്പിയാക്കളും കിതാബ് അനുസരിച്ച് പഠിപ്പിക്കുന്നവരാണ്. എന്തിനാണ് ഇങ്ങനെ അള്ളാഹു കിതാബിനെ ഇറക്കിയത്? ലി യഹ്കുമ, അള്ളാഹു താല വിധിക്കാൻ വേണ്ടി, ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ. അള്ളാഹു വിധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ നബിമാര് മുഖേന വിധിക്കുക. ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. ജനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരാളിപ്പോൾ ഒരു കൂട്ടർ മുഅ്മിനാണെന്നും മറ്റൊരു വിഭാഗം വിശ്വാസികൾ അല്ലാത്തവരാണെന്നും പറഞ്ഞു. അവരിൽ ഏതാണ് ശരി, ഏതാണ് ശരികേട്, ഇതിങ്ങനെ പഠിപ്പിക്കാനും അവർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഹുക്മ ചെയ്യാൻ വേണ്ടി. ഫീ മുഖ്തലഫു ഫീഹി, ഏത് കാര്യത്തിലാണ് അവർ ഭിന്നിപ്പുള്ളത് ആ കാര്യത്തിലൊക്കെ ശരിയായ കാര്യം അവർക്ക് വിധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. എന്നാൽ പറയട്ടെ, വമഖ്തലഫ ഫീഹി, ഈ ദീനിന്റെ കാര്യത്തിൽ, ഈ ഹുക്മിന്റെ കാര്യത്തിൽ ഭിന്നിച്ചിട്ടില്ല, ഇല്ലല്ലദീന ഊത്തൂഹു, അതിനെ നൽകപ്പെട്ടവരല്ലാതെ. യാഥാർത്ഥ്യം അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയതിന് ശേഷമല്ലാതെ നൽകപ്പെട്ടവരല്ലാതെ ഭിന്നിച്ചിട്ടില്ല. മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിനാത്തു, അത് തന്നെ തെളിവുകൾ അവർക്ക് വന്നതിന് ശേഷമാകുന്നു. അപ്പൊ ഭിന്നിച്ചവര് കിട്ടിയതിന് ശേഷമാണ്, അവർക്ക് രേഖ നൽകപ്പെട്ടിട്ടുണ്ട്, വ്യക്തമായ നിലക്കുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്, അതിന് ശേഷമേ അവർ ഭിന്നിച്ചിട്ടുള്ളൂ. എന്താ ഭിന്നിക്കാൻ കാരണം? ഭയം ബൈനഹും, അവർക്കിടയിലുള്ള പകയാകുന്നു. അവൻ പറഞ്ഞത് കേൾക്കാൻ മാത്രമല്ല ഞാനുള്ളത്, ഞാൻ തന്നെ അത്യാവശ്യത്തിന് വലിയവനാണല്ലോ. ഈ അഹങ്കാരവും ഹുങ്കുമാണ് ഈ അഭിപ്രായ ഭിന്നതയുടെ യഥാർത്ഥ കാരണം. ഇങ്ങനെ ഭിന്നിച്ചപ്പോൾ പിന്നെ എന്തുണ്ടായി? ഫഹദല്ലാഹു, അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് ചേർത്തു. അല്ലദീന ആമനു, വിശ്വസിച്ചതായ ഭാഗത്തെ ചേർത്തു. ലിമഖ്തലഫു ഫീഹി, ഏതിലാണോ ഒരു ഭിന്നിപ്പുണ്ടായത് അക്കാര്യത്തിൽ, അതെന്തിനാലാണ്? മിനൽ ഹക്കി, യാഥാർത്ഥ്യത്തിനാൽ. ബി ഇദ്നിഹി, അള്ളാഹുവിന്റെ ഖളാ കൊണ്ട്, അവന്റെ സമ്മതം കൊണ്ട്. അപ്പൊ അള്ളാഹു വിധിച്ചു, ഈ യാഥാർത്ഥ്യത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവര് ഭിന്നിച്ചു പോയി. അപ്പൊ യഥാർത്ഥമുണ്ടല്ലോ, ആ യഥാർത്ഥത്തിലേക്ക് മോമിനുകൾക്ക് വഴികാട്ടി കൊടുത്തു. അവരതിലെത്തുകയും അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ച് അമ്പിയാക്കൾ കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ സഞ്ചരിച്ചു. അവർ ഹിദായത്തിന്റെ ആളുകളായി തീർന്നു. ഫഹദല്ലാഹുല്ലദീന ആമനു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖി ബിഇദ്നിഹി, അള്ളാഹുവിന്റെ ഖളാ കൊണ്ട്. ആ യാഥാർത്ഥ്യത്തിലാണല്ലോ ഒരു വിഭാഗം ഭിന്നിച്ചു പോയത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് മോമിനുകളായ വിഭാഗത്തിന് വഴികാട്ടി കൊടുക്കുകയും അവരെ ചേർക്കുകയും ചെയ്തു. വല്ലാഹു യഹ്ദി, അള്ളാഹു തആല ചേർക്കും, അള്ളാഹു വഴികാട്ടി കൊടുക്കും, യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ, ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ, ചൊവ്വായ വളവും തിരിവുമില്ലാത്ത മാർഗത്തിലേക്ക്, നേർമാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമാവുന്ന സ്വർഗത്തിലേക്ക് എത്തുന്ന മാർഗത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ചേർക്കുക തന്നെ ചെയ്യും, അവർക്ക് വഴികാട്ടി കൊടുക്കുക തന്നെ ചെയ്യും, അവര് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അം ഹസിബത്തും, അതല്ല നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ സ്വഹാബാക്കളിൽ പലരും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അലാ തദുനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണില്ലേ? ഞങ്ങൾ വളരെയേറെ മർദ്ദനം അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾ പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ട്, ഞങ്ങളിൽപ്പെട്ടവർ തന്നെ ഞങ്ങളെ കളിയാക്കിയിട്ട് തലപൊക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, നന്നായിട്ട് ഞങ്ങളെ പെരുമാറുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നില്ലേ, ദുആ ചെയ്യണം എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ റസൂലുള്ള സമാശ്വസിപ്പിക്കുകയാണ്. എന്താ? മുൻഗാമികളായ ആളുകൾക്ക് ഈ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ വളരെയേറെ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, വളരെയേറെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കില്ലാതെ നിങ്ങൾക്ക് നേരെ സ്വർഗലോകത്തേക്കാണ്ട് കടന്നു പോകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ആ വിചാരം വേണ്ട. ഈ ലോകം ബുദ്ധിമുട്ടിന്റെ ലോകമാണ്, ഇത് തെക്കിലീഫിന്റെ ലോകമാണ്. ഇവിടെ കുറച്ചൊക്കെ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആരും തന്നെ അടിപതറരുത്. ഈമാന് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ളതാണ്. ആ ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടി
നിങ്ങളുടെ മറ്റു സുഖാഡംബരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഹാസം കേൾക്കേണ്ടി വരും. അവരിൽ നിന്നുള്ള മർദ്ദനം അനുഭവിക്കേണ്ടി വരും. അതൊക്കെ മുൻകാലത്ത് അനുഭവിച്ചു പോയതാണ്. ഇതുപോലുള്ളത് അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നടക്കാവതല്ല. അം ഹസിബുത്തും, അതല്ല നിങ്ങൾ മനസ്സിലാക്കുന്നുവോ, അൻ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുമെന്ന് അൽ ജന്നത്ത, സ്വർഗത്തിൽ, വലമ്മായത്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ല, മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്ക് ഉണ്ടായതായ അനുഭവം പോലുള്ളത് നിങ്ങൾക്ക് വരാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. അവരനുഭവിച്ചതുപോലെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സ്വഹാബത്തിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മാർ, യാസിർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിമാരെ വളരെയേറെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ, ചുട്ടുകൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തിയിട്ട് ഈ മണലിൽ നിന്ന് തീയിലേക്ക് ചാടിയാൽ ഒരല്പം ആശ്വാസമുണ്ടാകും. അത്ര ചൂടാണ് ഈ മണലിന്. ആ മണലിൽ കിടത്തിയിട്ട് കരിങ്കല്ല് നെഞ്ചിൽ കയറ്റി വെച്ചിട്ട് ഇതിലൂടെ അങ്ങനെ വലിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന അടയാളം ഇവരുടെയൊക്കെ പുറത്തുണ്ടായിരുന്നു. നേരത്തെ പരിചയമില്ലാത്ത ചിലർ കൂട്ടുകാർ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടോ? നിങ്ങളുടെ പുറത്ത് പാണ്ട് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ചോദിക്കപ്പെട്ടിരുന്നു. ഒരിക്കലും മായാത്ത മറയാത്ത ഈ മർദ്ദനത്തിൻ്റെ അടയാളങ്ങൾ ഇവരുടെ പുറത്ത് സ്ഥലം പിടിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചതിനുണ്ടോ വല്ല കണക്കും? അപ്പോൾ അതുപോലുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അടിപതറാൻ പാടില്ല. അതല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് 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 എന്നല്ലേ പറഞ്ഞത്? ഈ മണലിലൂടെ വലിക്കുന്ന സമയത്ത് മണ്ണിലൂടെ എങ്ങനെ വലിക്കുന്നു. ഇക്കാലത്ത് തന്നെ പ്ലെയിൻ പോകുന്ന സമയത്ത് മാത്രമാണ് തണലുള്ളത്. അക്കാലത്ത് യാതൊരു തണലുമില്ല. അങ്ങനെയുള്ള സഹാറയിലൂടെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊള്ളുമ്പോൾ അഹദ് അഹദ്, അള്ളാഹു അള്ളാഹു. റസൂലുള്ളാഹി അത് കണ്ടു. അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യുൻജീക അഹദ് അഹദ്, നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹദാകുന്ന അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും കേട്ടോ. അങ്ങനെയല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള സമ്പാദ്യമൊക്കെ ആയിട്ട് വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങിയിട്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട് ദാനം ചെയ്തു, വിമോചിതനാക്കിയ സംഭവമൊക്കെ. അങ്ങനെ പലതും സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ആമുഖമായിട്ട് ഇവർ വന്നിട്ട് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗലോകത്തേക്ക് കടക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. മസ്സത്തുഹുമ, മുൻഗാമികളെ തൊട്ടിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു. അൽ ബഅ്സാവ് അവരെ ബാധിച്ചിരിക്കുന്നു. ബഅ്സാവ് എന്ന് പറഞ്ഞാൽ അത്യധികം ഉള്ള ദാരിദ്ര്യം. വല്ലറാവ്, ബുദ്ധിമുട്ടുകളും ബാധിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നുള്ള വെട്ടും തൊട്ടും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ ബാധിച്ചിരിക്കുന്നു. വസുൽസുലു, അവരെ വിറപ്പിക്കപ്പെട്ടു, കിടുകിട വിറപ്പിക്കപ്പെട്ടു. യുദ്ധക്കളത്തിലൊക്കെ അവർ വളരെയേറെ വിറപ്പിക്കപ്പെട്ടു. ഫിർഔനിന്റെ മർദ്ദനം കൊണ്ട് ബുദ്ധിമുട്ടിയ ബനു ഇസ്രായേലിന്റെ കഥ എത്ര പറഞ്ഞു. ഇതുപോലെ ഓരോ അമ്പിയാക്കളുടെ ഉമ്മത്തിനും വളരെയേറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രമാത്രം കിടുകിടുക്കലുണ്ടായി. ഹത്താ യഖൂല റസൂലു, അവരിലേക്ക് അയക്കപ്പെട്ട റസൂല് പറഞ്ഞു, വല്ലദീന ആമനു മഅഹു, റസൂലോട് കൂടെയുള്ള വിശ്വാസികളും കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാകുന്നു അള്ളാഹുവിന്റെ സഹായം കിട്ടുക? സഹിക്കാൻ കഴിയുന്നില്ല, അടിപതറി പോകുന്നു. എപ്പോഴാണ് പടച്ചവനെ ഞങ്ങളോട് കരാറ് ചെയ്ത സഹായം ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തിയ നേരം, അപ്പോൾ സഹായം കിട്ടാൻ വളരെ വൈകിപ്പോയി. എന്നിട്ടും അവർ പിടിച്ചു നിന്നു. ഇതുപോലുള്ളത് നിങ്ങൾക്കും വരും. അത് വരാതെ, അതൊന്നും അനുഭവിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരും വിചാരിക്കരുത്. ഒരു കാര്യം ഉറപ്പ്, അറിയേണ്ട കാര്യം, ഇന്ന നസ്റല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം, ഖരീബുന്നത്, അടുത്തതാകുന്നു. അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം അത് കുറച്ചല്ലേ ഉള്ളൂ. ഒരു 50, 60, 70, 100 അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ, ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ഖരീബാണ്. അവസാനിക്കാത്തൊരു ലോകമുണ്ട്, അതിലേക്ക് ചേർത്താൽ വളരെ അടുത്തതാകുന്നു. അപ്പോൾ ഒരു 10, 25 കൊല്ലത്തിന് മുമ്പ് ഇടയിൽ വരും, അല്ലെങ്കിൽ ഒരു 100 കൊല്ലത്തിന്റെ ഉള്ളിൽ വരും. അതൊക്കെ ഖരീബാകുന്നു. അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്തതാകുന്നു. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇങ്ങനെ ക്ഷമാശീലരായിട്ട് നീങ്ങിയ റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും അധികം വൈകുന്നതിന് മുമ്പ് എല്ലാവിധ സഹായങ്ങളും അള്ളാഹുവിൽ നിന്ന് കിട്ടി. തന്നെ സ്വഹാബിമാരെ പുറത്താക്കിയ നാട്ടിലേക്ക്
എല്ലാവിധ ശക്തിയും സംഭരിച്ചുകൊണ്ട് വന്നപ്പോൾ ശത്രുക്കൾക്കൊക്കെ പൊത്തിലൊളിക്കേണ്ടി വന്നു. അവനവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവൻ അവനവനെ അനുഭവിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്കും നൽകേണ്ടതുണ്ട്. അത് സംബന്ധമായിട്ടാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. യസ്അലൂനക, നബിയെ തങ്ങളോട് അവർ ചോദിക്കും, മാദാ യുൻഫിഖൂന, അവർ എന്തിനെയാണ് ചെലവഴിക്കേണ്ടത്. ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് ഇൻഫാക്ക് എന്ന് പറയും. നല്ല മാർഗത്തിൽ ചെലവഴിക്കുക. ചീത്ത മാർഗത്തിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ തെബുദീർ എന്നാണ്, ദൂർത്തടിക്കൽ, അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കൽ. ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിലുള്ള ചെലവഴിക്കൽ. അതിനൊരു പ്രതിഫലം പരലോകത്ത് കിട്ടും, ഈ ലോകത്തും കിട്ടും. അങ്ങനെയുള്ളതിനാണ് ഇൻഫാക്ക് എന്ന് പറയും. മാദാ യുൻഫിഖൂന, എന്തിനെയാണ് ചെലവഴിക്കേണ്ടത്. എന്തിനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്തിനു നൽകണം എന്ന് പറയാം എന്ന നിലക്കാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയും, മാ അൻഫഖ്തും, നിങ്ങൾ ചെലവഴിക്കുന്നത് ഏതും, മിൻ ഖൈരിൻ, ഗുണകരമായ കാര്യത്തിൽ നിന്ന് ഏതും അപ്പൊ നല്ലതൊക്കെ ചെലവഴിക്കാം. അവനവന്റെ കയ്യിലുള്ള എന്താണോ ഉള്ളത്, നെല്ലുണ്ട്, അരിയുണ്ട്, വസ്ത്രമുണ്ട്, കാശുണ്ട്, ഇവന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റിയ എന്തുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ആ കൊടുക്കുന്നത് ഏറ്റവും അവകാശിക്കായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. ഫലിൽ വാലിദൈനി, അങ്ങനെ കൊടുക്കുന്ന പക്ഷം ആദ്യം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാകുന്നു. അള്ളാഹു അവന് ശുക്ർ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കളുടെ കാര്യമില്ലേ. അനിഷ്കുർലി വലി വാലിദൈക്ക എന്നുള്ള ഏറ്റവും കൂടുതൽ കടപ്പാട് ഇവനുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ്. അപ്പൊ ഇവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വിചാരിച്ചാൽ അവന്റെ മാതാപിതാക്കൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അവർക്കാണ് ഏറ്റവും പ്രഥമ സ്ഥാനം നൽകേണ്ടത്. ഫലിൽ വാലിദൈനി വൽ അഖ്റബീന, അവന്റെ കുടുംബാദികൾക്കുമാകുന്നു. മാതാപിതാക്കൾ ഒഴിച്ച് സഹോദരി സഹോദരന്മാര്, കുടുംബാദികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് വളരെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് കൊടുത്താൽ പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്ന പ്രതിഫലവും കുടുംബബന്ധം പാലിച്ചു എന്നുള്ള ഗുണവും രണ്ടുണ്ട്. വൽ യത്താമ, അനാഥകൾക്കാകുന്നു. വൽ മസാക്കീനി, അഗതികൾക്കാകുന്നു. അവിടെ യത്തീമുകളൊന്നല്ല, അധ്വാനിക്കാൻ പോകാൻ പറ്റിയവരല്ല, ഒക്കെ രോഗികളാണ്, ബലഹീനരാണ്, അങ്ങനെയൊക്കെ വരാലോ, അവരഗതികളാണ്, അവർക്കും നൽകണം. വബിനി സബീലി, വഴിയാത്രക്കാർക്കും നൽകണം. അയാളുടെ നാട്ടിൽ ചിലപ്പോൾ സൗകര്യമുള്ള ആളായിരിക്കും, പക്ഷെ ഈ യാത്രയിലായതുകൊണ്ട് അയാളുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അതുകൊണ്ട് യാത്രക്കാർക്ക് ആവശ്യമായത് നൽകണം. വമാ തഫ്അലൂ മിൻ ഖൈരിൻ, ഗുണകരമായതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബിഹി, അതുകൊണ്ട് അലീമുൻ, അറിയുന്നവനാകുന്നു. നിങ്ങൾ ഏത് നല്ല കാര്യം ചെയ്താലും, നന്മയിൽ നിന്നുള്ള ഏതിനെ നിങ്ങൾ നല്ല വഴിക്ക് ചെലവഴിച്ചാലും അതൊക്കെ അള്ളാഹു അറിയും. അള്ളാഹു അറിയുമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ അള്ളാഹു തആല കനപ്പെട്ട പ്രതിഫലം നൽകും. പ്രതിഫലം നൽകേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ഈ ലോകത്ത് പലവിധ നാശങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതൊക്കെ തട്ടിപ്പോകും. അതിന് കാരണവും ഈ സദഖയാകുന്നു. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ധാരാളം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും അള്ളാഹു നൽകാതെ നമ്മെ അവൻ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.